കണ്ടോ നാട്ടാരെ മന്ത്രിയുടെ ലീലാവിലാസം, പുത്തൻ കളിയുമായി ഗണേശേട്ടൻ വീട്ടിലിപ്പോൾ. റോഡിലെ സ്പീഡ് കുറയ്ക്കാൻ വെച്ചു ക്യാമറ 10,000. ബെഡ്റൂമിലെ വേഗത കണ്ടു ബിന്ദു ചേച്ചി ഞെട്ടി. ഡ്രൈവർ ശാന്തൻ കാവൽ നിൽക്കും മായാജാലം. ഗണേശേട്ടന്റെ കളിവിളക്കിന് ഫ്യൂസ് പോയി, കളിവിളക്കിന് ഫ്യൂസ് പോയി. ഹോയ്! ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നവരും മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. അവന് തനിക്ക് എന്തെങ്കിലും അസുഖം കാണും. പ്രണയം ഉണ്ടാവും. പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. ചൂടുള്ള പ്രണയമാണ് ആവശ്യമെന്ന് ഏറ്റവും മലയാളം ബഹുമാനിക്കുന്ന മാധവിക്കുട്ടി, ആ അമ്മ കമലാസുരയ്യ മരണം വരെയും പറയുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചാണ്. ഗണേഷ് കുമാറിന് പ്രണയം ഉണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിൽ മനസ്സിലാക്കൂ. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയം. ദൈവമേ, ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നതല്ലേ? KSRTCയുടെ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പുതിയ വഴികൾ കണ്ടുപിടിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല പുതിയ റൂട്ടുമായിരിക്കുമെന്ന്. പക്ഷെ വാളകത്തെ വീട്ടിലെ അദ്ദേഹം കണ്ടുപിടിച്ച പുതിയ റൂട്ട് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിത്തരിച്ചുപോയി. അതേ സുഹൃത്തുക്കളെ, മന്ത്രിയുടെ വീട്ടിലെ പുതിയൊരു കളിവിളക്ക് സീരിയൽ തുടങ്ങിയിട്ടുണ്ട്. നായകൻ നമ്മുടെ ഗണേശേട്ടനും നായികയായിട്ട് പുതിയൊരു അജ്ഞാത സുന്ദരിയും. പാവം ബിന്ദു ചേച്ചി കോളിളക്കം സൃഷ്ടിച്ച യാമിനി തങ്കച്ചി ഡ്രാമയ്ക്ക് ശേഷം ശാന്തമായിട്ട് ജീവിക്കാമെന്ന് കരുതിയ ബിന്ദു ചേച്ചി എല്ലാം വെറുതെയായി. സംഭവം ഒരു ശനിയാഴ്ച ബിന്ദു ചേച്ചി ആരോടും പറയാതെ സർപ്രൈസ് കൊടുക്കാൻ വാളകത്തെ വീട്ടിലേക്ക് ചെന്നു. വാതിൽ തുറന്നപ്പോൾ ഈ ഒരു സർപ്രൈസ് കിട്ടിയത് ബിന്ദു ചേച്ചിക്കല്ല, ഗണേഷ് ഏട്ടനാണ്. ബെഡ്റൂമിൽ സാറും പുതിയ മാഡവും കൂളായിട്ട് ഇരിക്കുന്നു. വാതിൽക്കൽ ഡ്രൈവർ ശാന്തനും കാവൽ. ഇവിടെ നമ്മുടെ ബിന്ദു ചേച്ചി ഉടനെ തന്നെ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ഐഫോണും ഓണാക്കി. അപ്പോഴാണ് നമ്മുടെ ഗണേഷ് കുമാറിന്റെ കമാൻഡോസ് ചാടി വീഴുന്നത്. ശാന്തനും പ്രദീപും ബിന്ദു ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഫോണ് തട്ടിയെടുക്കാനുള്ള അവരൊരു ഗുസ്തി മത്സരം തന്നെ നടത്തി. ഉള്ളിൽ നിന്ന് സാറിന്റെ നിർദ്ദേശവും വരുന്നുണ്ട്, ആ സ്ത്രീയെ വേഗം കാറിൽ കയറ്റി വിട്, ഞാൻ വാതിൽ അടയ്ക്കട്ടെ എന്ന്. ഗണേഷ് ചേട്ടാ, ഇത്രയും കാലം സിനിമയിൽ കണ്ട തന്ത്രങ്ങളെല്ലാം സ്വന്തം ബെഡ്റൂമിലാണോ പ്രയോഗിക്കുന്നത്? ഇതിനിടയിൽ നമ്മുടെ ബിന്ദു ചേച്ചി 112 പോലീസിനെയൊക്കെ വിളിച്ചു. പോലീസ് വന്നിട്ട് ചോദിച്ച ചോദ്യമാണ് ഹൈലൈറ്റ്. നിങ്ങൾ പഴയ ഭാര്യയായിട്ടുള്ള യാമിനിയാണോ എന്നുള്ളത്. പോലീസുകാരെ, നിങ്ങൾക്കും ഈ മുഖങ്ങളൊന്നും ഓർമ്മയില്ലേ? ഒടുവിൽ ഒരു സ്റ്റാഫ് ബിന്ദു ചേച്ചിയുടെ കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. ചേച്ചി, സാറിനൊരു തെറ്റ് പറ്റിപ്പോയി. എന്തായാലും ആ തെറ്റ് ഇതൊരു ട്രെൻഡ് ആണല്ലോ ഇപ്പോൾ. അപ്പൊ എന്തായാലും നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനും ചോദിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി കപ്പ് പിടിച്ച് നടക്കുകയാണോ എന്നുള്ള കാര്യം. ബിന്ദു ചേച്ചിയാണെങ്കിലോ മാധ്യമങ്ങൾ എന്നെ നാണം കെടുത്തിയത് കൊണ്ട് സത്യം തുറന്ന് പറഞ്ഞതാണ് എന്നുള്ളതാണ്. നിയമ നടപടിയൊന്നും വേണ്ട എന്നും. ഇതാണ് KB ഗണേഷ് കുമാറിന്റെ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ ഗണേഷ് കുമാർ റോഡിലെ സ്പീഡ് കുറയ്ക്കാൻ 10 ക്യാമറ വെച്ച് നിങ്ങളെ സമ്മതിക്കണം. പക്ഷെ ബെഡ്റൂമിലെ വേഗത കുറയ്ക്കാൻ ഒരു ക്യാമറയും ഇതുവരെ കണ്ടുപിടിച്ചില്ലേ? എന്തായാലും ബിന്ദു ചേച്ചി ഫ്യൂസ് ഊരിയത് കൊണ്ട് തന്നെ വാളകത്ത് ഇരട്ടാണ്. അപ്പൊ അടുത്തൊരു ടെസ്റ്റിനായിട്ട് നമുക്ക് വീണ്ടും കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ബൈ.